ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ നേരെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അതേഷിനെ മേർജിനെയാണ്. അവർ ഇന്നലെ സംഭവിച്ച ഇൻസിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അവളുടെ അങ്കിൾ മരിച്ച കാര്യം. അത് ആരാണെന്ന് അറിയാൻ ചോദിക്കുമ്പോൾ അതേഷ് അറിയില്ലെന്ന് പറയും. പക്ഷെ സത്യം പറഞ്ഞാൽ അതേഷ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ചെയ്തത് ആരാണെങ്കിലും അവർക്ക് നല്ല ശിക്ഷ കൊടുക്കണമെന്ന് മേർജൻ പറയും. അത് കേൾക്കുമ്പോൾ അതേഷും പറയും, അതെ, ഉറപ്പായിട്ടും അവർക്ക് അതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. കാരണം ഇത് ഹൈദരാണെന്ന് അദ്ദേഹം ഓൾറെഡി അറിയാലോ. അതിനുശേഷം മേർജൻ പറയും, അങ്കിൾ മരിക്കുന്നതിന് മുമ്പ് താഹിർ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ന്യൂസ് റിപ്പോർട്ടിൽ കാണിച്ച പിന്നെ എന്തായിരുന്നു? ഇതിലെല്ലാം എന്തൊക്കെയോ ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നില്ലേ? ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെ നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയും, ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ അതൊന്നും ആലോചിച്ച് നിൽക്കാനുള്ള സമയമല്ല. എനിക്ക് വേറെ തന്നെ ഒരുപാട് പരിപാടികളുണ്ട്. അവൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? അത് പോരെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് അദേശിനെയും ജമാലിനെയും ആസ്ലിയാണ്. അവർ 3 പേരും കൂടി റിസയുടെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരിക്കും. അവൻ മരിച്ച സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് നമുക്ക് അവൻ്റെ ഫയൽസ് എല്ലാം കിട്ടാൻ പോകുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് അദേശം പറയുന്നത്, പക്ഷേ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം അതൊന്നുമല്ല. ഹൈദർ എങ്ങനെയാണ് അവരവിടെയുള്ള കാര്യം അറിഞ്ഞത്? ഇത് കേൾക്കുമ്പോൾ ആസി ഒന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ ജമാലും പറയും, ചിലപ്പോൾ ഹൈദർ മേർജനെ ഫോളോ ചെയ്ത് വന്നതായിരിക്കും. എന്നാലും ഹൈദർ എങ്ങനെ അവൻ്റെ സഹോദരനെ കൊന്നുവെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയും, അതിലത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല. അവൻ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവൻ്റെ കാര്യം നടക്കാൻ വേണ്ടി അവൻ സ്വന്തക്കാരെ വരെ കൊല്ലാൻ പോലും മടിക്കില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആസ്ലിക്ക് പെട്ടെന്ന് നസീറിൻ്റെ മെസ്സേജ് വരുന്നത്. പെട്ടെന്ന് പുറത്തേക്ക് വാ, ഞാൻ ഗാർഡൻ്റെ അവിടെ ഉണ്ടെന്ന് പറയും. ഇത് കാണുമ്പോൾ ആസ്ലി ഒന്ന് പേടിക്കുന്നുണ്ട്. അവളുടെ മുഖം കാണുമ്പോൾ അദ്ദേഹം ചോദിക്കും, എന്താ കാര്യം? ഒന്നുമില്ല. ഇതെല്ലാം കേട്ട് ഞാൻ ആകെ സ്ട്രെസ് ആയിരിക്കുക. കുറച്ചേരം ഞാൻ പുറത്തുനിന്ന് പോയി കുറച്ച് ഫ്രഷ് എയർ ശ്വസിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. നസീറിനെ കണ്ടപാടെ തന്നെ ആസ്ലി അവനോട് ദേഷ്യപ്പെടും. നീ എന്തായി കാണിക്കുന്നത്? എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നമ്മൾ രണ്ടുപേരും ഇവിടെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിന്നെ ഒരുപാട് തവണ വിളിച്ചു. നിന്റെ ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, എത്ര മിസ് കോൾ ഉണ്ടെന്ന്. നീ അതിലൊന്നുപോലും എടുത്തില്ലല്ലോ. നമ്മൾ തമ്മിലൊരു ഡീൽ ഉണ്ടാകുമ്പോൾ അത് മര്യാദക്ക് വേണം ചെയ്തു തീർക്കാൻ. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നിൽ നിന്ന് കളിക്കാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ ആസ്ലിയും പറയും, എങ്കിൽ നീ എന്തിനാ വന്നതെന്ന് പറഞ്ഞു തുറക്കി. അവനങ്ങനെ കാര്യം പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും ആദേശ് അവിടേക്ക് വരും. ആദേശ് വരുന്ന കാണുമ്പോൾ ആസ്ലി ആകെ പേടിച്ച് നസീറിനോട് അവിടെ നിന്ന് പോകാൻ പറയും. പക്ഷേ നസീർ അവിടെ നിന്ന് ഒരു അടി പോലെ ഇറങ്ങാതെ അവിടെ തന്നെ നിൽക്കും. ഇതെല്ലാം കാണുമ്പോൾ ആസ്ലി നല്ലോണം പേടിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നത്? എന്താ ആസ്ലി സംഭവം എന്ന് ആദേശ് അവളോട് ചോദിക്കും. ഇത് കാണുമ്പോൾ അവൾ ആകെ പരിങ്ങി നിൽക്കുകയായിരിക്കും. അപ്പം നസീർ പറയും, ഞാൻ അവൾക്ക് ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ അവളെൻ്റെ കോൾ എടുത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് അവളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് ആകെ ഷോക്കാവും. എന്താ ആസ്ലി, ഇവൻ എന്താ പറയുന്നത്? അത് കേൾക്കുമ്പോൾ നസീർ പറയും, ഞാൻ തന്നെ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ കാര്യത്തിന് ഒരുപാട് കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇനി ഫില്ല് ചെയ്യാനുണ്ട്. അതിനെല്ലാം ഒരു ലോയറിൻ്റെ ഒപ്പീനിയൻ ആവശ്യമായിരുന്നു. ആസ്ലി ഉള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാ വേറെ സ്ഥലത്തേക്ക് പോകുന്നത് വിചാരിച്ച് ഞാൻ അവളോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഓ, അതിനാണോ നീ വന്നത്? ഇപ്പം ചോദിച്ചു കഴിഞ്ഞില്ലേ, എങ്കിൽ നീ പോയിക്കോ. ഇത് കേൾക്കുമ്പോൾ അവൻ അവിടെ നിന്ന് പോവും. അവൻ പോയി കഴിയുമ്പോൾ അതേ ആസ്ലിയോട് പറയും, ഇവനെ നിനക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ, വെറുതെ ഇതിനുമായിട്ട് ഒന്നിനും നിൽക്കണ്ട എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവും. അവൻ വീടിനുള്ളിലേക്ക് വരുമ്പോൾ അവിടെ മേർജൻ അവനെ കാത്തു നിൽക്കുന്നുണ്ടാവും. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, എങ്കിൽ എനിക്ക് നിന്നോടൊന്നും പറയാനുള്ളതെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോവും. പക്ഷേ മേർജൻ അതിന് സമ്മതിക്കില്ല. അവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയും, എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ, നീ അത് കേട്ടേ പറ്റൂ. എനിക്കിപ്പോൾ താഹിറിനെ കുറിച്ചാണ് നിന്നോട് പറയാനുള്ളത്. ആ ന്യൂസ് റിപ്പോർട്ട് അതെന്തായിരിക്കും? അതിലെന്തിനാണ് പിന്നെ വെറുതെ ന്യൂസുകൾ കൊടുത്തിരിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, അത് വെറുതെ ആണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? താഹിറിന് പേരുള്ള എത്ര ആൾക്കാർ ഈ ലോകത്തുണ്ടാവും? വേറൊരു താഹിറിനെ കുറിച്ചായിരിക്കും അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. അതുമല്ല, നിന്റെ അങ്കിള് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? എന്തായാലും ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയാത്ത സ്ഥിതിക്ക് നീ വെറുതെ എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോവായിരിക്കും. അപ്പോൾ മേർജൻ അവനെ തടഞ്ഞുകൊണ്ട് വീണ്ടും പറയും, ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല, പിന്നെ നീ എവിടേക്കാണ് പോകുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നില്ലേ? ഇതെല്ലാം അത്ര സിമ്പിളായിട്ട് തോന്നുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ആദേശം പറയും, ഒന്ന് നിർത്തുന്നുണ്ടോ? കുറേ നേരമായി താഹിർ അങ്ങനെ, താഹിർ ഇങ്ങനെ, താഹിറിൻ്റെ അത് ഇത് കുറേ നേരമായല്ലോ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതെന്നെ പറയാനുള്ളൂ. എന്തൊക്കെയാണെങ്കിലും എനിക്കിതെല്ലാം അറിയണം. ഇതിലെന്തൊക്കെയോ ഒരു മിസ്റ്ററി ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ താഹിറിൻ്റെ കാര്യമായതുകൊണ്ട് ഇതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അപ്പോഴാണ് ആദേശിനെ ജമാൽ വിളിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ അവിടെ നിന്നും പോവും. അവൻ പോയി കഴിഞ്ഞ ശേഷം മേർജൻ മനസ്സിൽ പറയും, എന്തൊക്കെയാണെങ്കിലും നീ എന്നെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ജമാൽ ആദേശിനോട് പറയും, റിസ കുറച്ച് കാലം മുമ്പ് ഇവിടെ അടുത്ത് വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ റൂമിൻ്റെ ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ നമുക്ക് വേഗം തന്നെ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് ആദേശും ആസ്ലിയും ജമാലും കാറിൽ കയറി പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് മേർജൻ അവിടേക്ക് കോട്ടെല്ലാം വിട്ട് പുറത്തേക്ക് പോകുന്നത്. അത് കാണുമ്പോൾ ആദേശ് അവളുടെ അടുത്തേക്ക് ഒന്ന് ചോദിക്കും, നീ എവിടേക്കാണ് പോകുന്നത്? എൻ്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കിട്ടിയിട്ടില്ല. അതിൻ്റെ എല്ലാം ഉത്തരം കണ്ടുപിടിക്കാനാണ് ഞാൻ പോകുന്നത്.
ഓ അങ്ങനെയാണോ? നിന്റെ ഉത്തരങ്ങളൊക്കെ നീ എവിടെ പോയിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? അതെനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നേ. താഹിറിനോട് മുൻപ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അവൻ വേറെ ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അതിന്റെ അഡ്രസ്സ് എനിക്കറിയാം. അവിടേക്കാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. പക്ഷേ ആദേശ് അവളെ പോകാൻ സമ്മതിക്കില്ല. നീ ഇപ്പം എവിടേക്കും പോകുന്നില്ലെന്ന് പറഞ്ഞ് അവളോട് മേലേക്ക് തന്നെ കയറി പോകാൻ പറയും. പക്ഷേ മേജന്റെ ഭാഷ അറിയാലോ. നീ ഇപ്പം എന്നെ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ എങ്ങനെയായാലും പോകുന്ന എനിക്ക് അറിയില്ലേ. ഇന്നലെ നീ അത് കണ്ടതല്ലേ. ഇത് കേൾക്കുമ്പോൾ ആദേശം നല്ല ദേഷ്യം വരും. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ജമാൽ ആദേശിനോട് പറയും, അങ്ങനെയാണെങ്കിൽ നീ മേജന്റെ കൂടെ പോയിക്കോ. ഇവിടെ ഞാനും ആസ്ലി ഇല്ലേ, ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കോളാം. ഇത് കേൾക്കുമ്പോൾ ആസ്ലിക്ക് അത് തീരെ ഇഷ്ടപ്പെടില്ല. അതെന്താ, നമ്മൾ 3 പേരും കൂടി പോകുന്നതല്ലേ, പിന്നെ എന്തിനാണ് പ്ലാൻ ഇങ്ങനെ മാറ്റുന്നത്? ഇതിലിപ്പോൾ 3 പേര് വേണം നിർബന്ധമൊന്നുമില്ല. നിനക്ക് വേണ്ടെങ്കിൽ നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി കണ്ടുപിടിച്ചോളാന്ന് ജമാൽ പറയും. അത് കേൾക്കുമ്പോൾ അത് വേണ്ട, ഞാൻ വരാമെന്ന് ആസ്ലി പറഞ്ഞ് അവർ രണ്ടുപേരും വേറെ വണ്ടി കയറി പോകും. ആദേശും മേജനും ആദേശിന്റെ കാറിൽ കയറി മേജൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ആസ്ലിയും ജമാലും ആ അഡ്രസ്സ് പ്രകാരം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലും. അവിടെ രണ്ടുപേരും നല്ല തെരച്ചിലായിരിക്കും. ഒരുപാട് തവണ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആസ്ലിക്ക് അവിടെ നിന്ന് ഒരു പെൻഡ്രൈവ് കിട്ടും. അവളത് ജമാൽ കാണാതെ വേഗം അവളുടെ പോക്കറ്റിൽ ഒളിപ്പിക്കും. ജമാലും വേറെ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവനത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് സെർച്ച് ചെയ്യുന്ന പോലെ അഭിനയിച്ച് ആസ്ലി ജമാലോട് പറയും, നമ്മൾ ഒരുപാട് തവണ ഇവിടെ സെർച്ച് ചെയ്തു, ഇവിടെയൊന്നും ഇല്ലാന്ന് തോന്നുന്നത്, നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോയാലോ, വെറുതെ സമയം കളയണ്ട. അത് കേൾക്കുമ്പോൾ ജമാലും ആസ്ലിയും അവിടെയൊന്നും പോവും. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയും മേജനെയാണ്. അവർ രണ്ടുപേരും ആദേശ് മുൻപ് താമസിച്ചിരുന്ന ആ ഒരു വില്ലേജിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ എത്തുമ്പോൾ ആദേശിന് അവന്റെ കുട്ടിക്കാലെല്ലാം ഓർമ്മ വരും. അവിടെ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അവൻ ഫുട്ബോൾ കളിച്ചിരുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം അവൻ അവിടെ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ മേജൻ അവരുടെ കയ്യിലിരിക്കുന്ന അവരുടെ 3 പേരുടെ ഒരു പഴയ ഫോട്ടോ അവിടെ ഉള്ളവർക്കെല്ലാം കാണിച്ചു കൊടുക്കും. ഇവരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് അവൾ ഒരുപാട് തവണ അത് നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നാമത് അത് കുറേ വർഷം മുമ്പുള്ള ഫോട്ടോ അല്ലേ, അതല്ല ഒരുപാട് ബ്ലർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ അവൾ ആകെ ഡിസപ്പോയിന്റഡ് ആയിട്ട് അവിടെ നടന്നു പോകുമ്പോഴായിരിക്കും അവിടേക്ക് ഒരു ലേഡി വരുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ കുറച്ചു നേരമായിട്ട് എൻ്റെ ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞ് അവർ അവിടെ അടുത്തേക്ക് വരും. അത് കാണുമ്പോൾ മേജൻ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഈ ഫോട്ടോയിൽ കാണുന്നവരെ നിങ്ങൾക്കറിയോ? ഇവരെവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരുടെ പേര് താഹിർ ഏലുൽ എന്നാണ്. രണ്ടുപേരും സഹോദരങ്ങളാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആ ലേഡി ഇങ്ങനെ ആലോചിക്കും, താഹിർ, ആ പേരെനിക്ക് അറിയാം. അവർ ഇവിടെ അടുത്താണ് താമസിച്ചിരുന്നത്. ഇവര് എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് കാലം മുമ്പ് ഇവർ താമസിച്ചിരുന്നു. താഹിറിന്റെ അമ്മേനെ അച്ഛനെയൊക്കെ എനിക്കറിയാം. അമ്മയുടെ പേര് എസ്മ, അച്ഛൻ്റെ പേര് സലീം. അവർക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്കറിയാം. അവർ തന്നെയല്ലേ മോളും പറയുന്നത്? അവരെ തന്നെയാണ് പറയുന്നത്. അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? പക്ഷേ അവർ കുറേ കാലമായിട്ട് ഇപ്പം ഇവിടെ ഇല്ല. അവരെവിടെ പോയി, ഇപ്പം എന്താണ് അവസ്ഥ എന്നൊന്നും ആർക്കും അറിയില്ല. ഇത് കേൾക്കുമ്പോൾ മേജന് വിഷമാവും. എങ്കിലും അവരെ അന്വേഷിച്ച് എന്തെങ്കിലും കുടുംബക്കാരോ ബന്ധുക്കാരോ അങ്ങനെ ആരും ഇവിടേക്ക് വന്നിരുന്നോ? എൻ്റെ അറിവിൽ അങ്ങനെ ആരും ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നത്. അവർ പോയി കഴിഞ്ഞ ശേഷം പിന്നെ ആ ഡോറൊന്നും പൂട്ടിക്കിടക്കായിരുന്നു. അവിടേക്ക് പിന്നെ ആരും വന്നിട്ടില്ല, പോയിട്ടുമില്ല. ഇത് കേൾക്കുമ്പോൾ മേജൻ ആകെ വിഷമാവും. അപ്പോഴാണ് അവർക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നത്. താഹിറിന്റെ അമ്മയായ എസ്മയുടെ ഒരു സ്വെറ്റർ എൻ്റെ കയ്യിലുണ്ട്. അത് അവരുടെ വീടിൻ്റെ പുറത്തുണ്ടായിരുന്നു. അത് ആരും എടുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളെന്തായാലും അവരെക്കുറിച്ച് അന്വേഷിച്ച് വന്നതല്ലേ, ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ വെച്ചോന്ന് പറഞ്ഞ് അത് മേജൻ്റെ അടുത്ത് കൊടുക്കും. അദേശിനാണെങ്കിൽ അവൻ്റെ അമ്മയുടെ സ്വെറ്റർ കാണുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. ഇനി കൂടുതലൂടെ നിന്ന മേജൻ എന്തെങ്കിലും ഡൗട്ട് അടിക്കുന്നു വിചാരിച്ച് അവൻ വേഗം അവനെ കൺട്രോൾ ചെയ്ത് അവിടെ നിന്നും പോകും. അത് കാണുമ്പോൾ മേജനും അവൻ്റെ കൂടെ തന്നെ പോകും. പിന്നീട് കാണിക്കുന്നത് ആസ്ലിയാണ്. അവളുടെ കയ്യിൽ ആ പെൻഡ്രൈവ് ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആരും കാണാതെ അവൾ വാതിലടച്ച് ആ ലാപ്ടോപ്പിൽ ആ പെൻഡ്രൈവ് കുത്തിയത് ഓൺ ചെയ്യും. അപ്പം തന്നെ അവൾക്ക് മനസ്സിലാവും അത് തന്നെയാണ് ആദേശ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. കാരണം അതിൽ ആയുധനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അത് കാണുമ്പോൾ അവളൊരു കാര്യം ഓർക്കും, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ബുദ്ധിപൂർവ്വം കളിച്ചാൽ എനിക്ക് തന്നെയാണ് ഉപകാരം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആസ്ലി ആ പെൻഡ്രൈവ് എടുത്ത് അവിടെ നിന്ന് നേരെ ആദേശിൻ്റെ മേജൻ്റെ റൂമിലേക്ക് പോകും. ആ റൂമിൽ കയറിയതിനു ശേഷം മേജൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവളുടെ ജ്വല്ലറീസ് എല്ലാം ഇട്ടുവെക്കുന്ന ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിലേക്ക് ആസ്ലി ഈ പെൻഡ്രൈവ് ഇടും. ഇതെല്ലാം മേജൻ്റെ തലയിൽ വെക്കാനാണ് അവളുടെ പ്ലാന്. അങ്ങനെ അവൾ അവിടെ നിന്നും വേഗം പോകും. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും ആദേശും മേജനും വീട്ടിലെത്തിയിട്ടുണ്ടാവും. മേജൻ കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് തന്നെ അവൾ മേലേക്ക് പോകും. അതിനുശേഷം ആദേശും ജമാലും മുസൈനും ആസ്ലിയും ഇവർ 4 പേരും കൂടി ഇന്ന് സംസാരിക്കുകയായിരിക്കും. പോയ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ ജമാൽ പറയും, നമ്മളവിടെ പോയത് വെറുതെ ആയി, അവിടെ നിന്നും നമുക്കൊന്നും കിട്ടാൻ കഴിഞ്ഞില്ല. ഇത് കാണുമ്പോൾ ആസ്ലി ഒരു കാര്യം പറയും, അതെ, ഞങ്ങൾ രണ്ടുപേരും അവിടെ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ശ്രമം നമ്മൾ ഒരിക്കലും വിടാൻ പാടില്ല. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആ പെൻഡ്രൈവ് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. നമ്മളിങ്ങനെ ദൂരെ മാറി നിന്ന് അന്വേഷിച്ചിട്ട് ഒരു കാര്യം കിട്ടുന്നില്ലല്ലോ. ചിലപ്പോഴെല്ലാം ചിലത് നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും എന്ന് ആസ്ലി പറയും. ഇത് കേൾക്കുമ്പോൾ ആദേശിന് മനസ്സിലാവും അവൾ മേജനെ കുറിച്ചാണ് പറയുന്നതെന്ന്. നീ മേജനെ കുറിച്ചാണ് പറയുന്നത്? അവൾ ഒരിക്കലും ഈ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കില്ല. അവളുടെ കയ്യിൽ ഇങ്ങനെ ആ പെൻഡ്രൈവ് വരും. ഇത് കേൾക്കുമ്പോൾ ആസ്ലി പറയും, നമുക്കങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അവൾ ആ ഹൈദറിൻ്റെ മോളല്ലേ, അവൾക്കിതുപോലത്തെ എല്ലാ കാര്യങ്ങളും നല്ല വശം ഉണ്ടാവും. അതല്ല, അവൾക്ക് അവളുടെ ആളുകളെ ഒരുപാട് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്. ചിലപ്പം അങ്ങേരി വെക്ക് അത് ഒളിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് അത്ര വിശ്വാസമൊന്നും ആവില്ല.
ഉണ്ടാവില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും. അവൻ റൂമിലേക്ക് വരുമ്പോൾ മേജൻ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അപ്പോഴാണ് അവളുടെ അടുത്തിരിക്കുന്ന ആ സൈഡ് ബോക്സിലായിട്ട് അവൻ്റെ അമ്മയുടെ സ്വെറ്റർ ഇരിക്കുന്നത് കാണുന്നത്. അത് കാണുമ്പോൾ അവൻ ഒത്തിരി വിഷമാവും. അവൻ ആ സ്വെറ്ററും പിടിച്ച് കരയായിരിക്കും. അവൻ്റെ അമ്മയുടെ ഒരുപാട് ഓർമ്മകൾ വരും. അവനും അവൻ്റെ അമ്മയും ഏരിയലും അച്ഛനും ഒരുപാട് സന്തോഷത്തോട് കൂടിയിരുന്ന നിമിഷമെല്ലാം അവൻ അവിടെ ഇരുന്ന് ഓർക്കും. അവൻ ആ സ്വെറ്ററും കെട്ടിപ്പിടിച്ച് ഒരുപാട് തവണ അവിടെ ഇരുന്ന് കരയും. അതിനുശേഷം പെട്ടെന്ന് അവൻ അവൻ്റെ മൈൻഡിലേക്ക് തിരിച്ചു വരും. ഞാൻ എന്താ ഈ കാണിക്കുന്നത്, ഇതെങ്ങാനും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ വലിയ പ്രശ്നമാവും എന്നും പറഞ്ഞ് അവൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് കണ്ണുനീരെല്ലാം തുടച്ച് വേഗം ആ സ്വെറ്റർ അവളുടെ അടുത്ത് തന്നെ തിരിച്ചു വെക്കാൻ പോകുമായിരിക്കും. അപ്പോഴാണ് അതിന് തൊട്ടടുത്തിരിക്കുന്ന അവളുടെ ജ്വല്ലറി ബോക്സ് അവൻ്റെ കൈ തട്ടി താഴേക്ക് വീഴുന്നത്. എന്താ പറയാല്ലേ, ഓരോ വിധി. ഇത്രയും കാലം ചിലപ്പോൾ ആ ബോക്സ് അവൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ഒത്തു വന്നിരിക്കുകയാണ്. അവൻ്റെ കൈ തട്ടി നേരെ ആ ബോക്സ് താഴേക്ക് വീഴും. ആ ബോക്സിൽ നിന്നും അവൻ ആ പെൻഡ്രൈവ് കാണും. അത് കാണുമ്പോൾ അവൻ ആകെ ഷോക്കായി പോകും. അവൻ മേജനെ നല്ലൊരു നോട്ടം നോക്കി അവിടെ നിന്ന് വേഗം അടിയിലേക്ക് പോകും. അവൻ നേരെ അവൻ്റെ ഓഫീസ് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ജമാലും ആസ്ലി ഇരിക്കുന്നുണ്ടാവും. അവൻ നേരെ അവരോട് കാര്യങ്ങളെല്ലാം പറയും. ഇതാ പെൻഡ്രൈവ് കിട്ടിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജമാൽ ആകെ ഷോക്കാവും. ഇതിനൊക്കെ എവിടുന്നാ കിട്ടിയേ? ആസ്ലി പറഞ്ഞ പോലെ മേജൻ്റെ അടുത്തുനിന്നാണോ? അതെ, ഇത് അവളുടെ ഒരു ബോക്സിൽ നിന്നാണ് കിട്ടിയത്. ഇത് കേൾക്കുമ്പോൾ ആസ്ലിക്ക് നല്ല സന്തോഷമാവും. ഞാൻ പറഞ്ഞില്ലേ, അവൾ അവളുടെ അച്ഛൻ്റെ പോലെ തന്നെയാണ് തെളിയിച്ചു. ഇത് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് പറഞ്ഞ, പക്ഷെ നിങ്ങളാരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഇപ്പം എന്തായാലും സാധനം കിട്ടിയപ്പോൾ മനസ്സിലായില്ലേ? എങ്കിൽ വാ, വേഗം സമയം കളയാതെ അതിലെന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാമെന്ന് അദേശി പറയും. അത് കേൾക്കുമ്പോൾ ആസ്ലി ഒത്തിരി സന്തോഷത്തോടു കൂടി ആ പെൻഡ്രൈവ് അവളുടെ ലാപ്ടോപ്പിലിട്ട് അത് വർക്ക് ചെയ്യിക്കും. അതിലുള്ള കാര്യങ്ങളെല്ലാം അവൾ അവർക്ക് കാണിച്ചു കൊടുക്കും. ആസ്ലി അതുമായിട്ട് നോക്കിയോണ്ട് തന്നെ അതിലെവിടെയാണ് ഇവർ അന്വേഷിക്കുന്ന ഭാഗം അവൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൾ വേഗം മാറ്റിയിട്ട് നേരെ ഇവർക്ക് വേണ്ട കാര്യം ഇടും. എന്തായാലും ഹൈദറിനെതിരെ നല്ലൊരു അടിപൊളി തെളിവാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് അവൻക്കെതിരെയുള്ള നീക്കങ്ങൾ നമ്മൾ നോക്കണമെന്ന് അവർ ആലോചിക്കും. അടുത്ത ദിവസം രാവിലെ അദേശ് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് മേജൻ എഴുന്നേക്കുന്നത്. ഗുഡ് മോർണിംഗ്. പക്ഷേ ആദേശ് ഒന്നും മിണ്ടില്ല. അവൻ ഒന്നും മിണ്ടാതെ നേരെ അടിയിലേക്ക് പോവായിരിക്കും. അത് കാണുമ്പോൾ മേജൻ ഓടി അവൻ്റെ അടുത്തേക്ക് വരും. എന്തു പറ്റി? ഇപ്പം എന്താ നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ? ആദേശിനാണെങ്കിൽ ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് നല്ല ദേഷ്യം വന്നിരിക്കുകയായിരിക്കും. അത് അവളും കൂടിയാണ് ചെയ്തതെന്ന് അറിയുമ്പോൾ അതിലേറെ ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവളെ പിടിച്ചുകൊണ്ട് അവൻ പറയും, നീ ഇങ്ങോട്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് എന്താണോ അത് അങ്ങോട്ട് കേട്ടാൽ മതി. വേഗം കുളിച്ച് മാറ്റി അടിയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വാ എന്നും പറഞ്ഞ് ആദേശം അവിടെ നിന്ന് പോവും. ഇതെല്ലാം കാണുമ്പോൾ മേജനൊന്നും മനസ്സിലാവുന്നില്ല. ഇവൻ എന്തൊക്കെയായി പറഞ്ഞത്? വേഗം കുളിച്ച് മാറ്റി അടിയിലേക്ക് വരാനോ? ഇവനെന്താ വട്ടായോ എന്നും പറഞ്ഞ് മേജൻ വേഗം റെഡി ആവാൻ പോകും. എന്തൊക്കെ വഴക്കൂടിയാലും അവരെല്ലാവരും ഒരുമിച്ചിരുന്നേ ഫുഡ് കഴിക്കുള്ളൂ. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കായിരിക്കും. അപ്പോഴാണ് ആസ്ലി പറയുന്നത്, ആദേശ് ഇന്ന് രാവിലെ തന്നെ നല്ലൊരു മൂഡല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു അടിപൊളി വാർത്ത കേട്ടാലോ എന്നും പറഞ്ഞ് അവൾ അവളുടെ ടാബിലിരിക്കുന്ന വാർത്ത അവരെല്ലാവരും കൊണ്ട് കേൾപ്പിക്കും. അതിൽ പറയുന്നത് വേറൊന്നും ആവില്ല, ഹൈദറിന്റെ ബിസിനസ് എല്ലാം തകരാൻ പോവാണ്. അവനെക്കുറിച്ചുള്ള ഹ്യൂമൻ ട്രാഫിക്കിന്റെ എല്ലാ കാര്യങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ടാവും. അതായത് അതിനുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം പുറത്ത് ലീക്കായിട്ടുണ്ടാവും. അത് ചെയ്തത് വേറെ ആരും ആവില്ല, ഇവർ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ന്യൂസ് എല്ലാം കേട്ട് ഹൈദറും മേജനും നെർമിനും എല്ലാം ആകെ ഷോക്കായിരിക്കും. അപ്പോഴാണ് വേറൊരു ഞെട്ടിക്കുന്ന കാര്യം അറിയുന്നത്. അതിൽ ഹൈദർ ചെയ്തിരിക്കുന്ന ഹ്യൂമൻ ട്രാഫിക്കിന്റെ കാര്യത്തിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടത്, അതായത് അതിൽ പെട്ടുപോയവരുടെ ലിസ്റ്റ് അവരതിൽ വിളിച്ചു പറയും. അതിൽ സലീം അസ്ലാൻ, എസ്മ അസ്ലാൻ, താഹിർ അസ്ലാൻ, ഏരുൽ അസ്ലാൻ, ഈ 4 പേര് വിളിച്ചു പറയും. ഇത് കേൾക്കുമ്പോൾ ആദേശ് ആകെ ഷോക്കായി പോകും. കാരണം അതിൽ അവൻ്റെ പാരൻസിൻ്റെ പേരുണ്ടായിരുന്നു. അവൻ വിചാരിച്ചിരുന്നത് ഇതിൽ അവനും ഏരുലും മാത്രമാണ് പെട്ടിരിക്കുന്നതെന്ന്. പക്ഷേ അവൻ്റെ പാരൻസിനെയും ഹൈദർ ഇതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം അവൻ ഇപ്പോഴാണ് അറിയുന്നത്. അവൻ വർഷങ്ങളായിട്ട് വിചാരിച്ചിരുന്നത് ഹൈദർ പറഞ്ഞ കാര്യം ശരിയാണെന്ന്. അതായത് ഹൈദർ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ്റെ പാരൻസ് ഒരു ആക്സിഡന്റ് കാരണം മരിച്ചു പോയെന്നാണ്. ആ കാര്യമാണ് അവൻ ഇത്രയും വർഷങ്ങളായിട്ട് വിശ്വസിച്ചിരുന്നത്. ഏലുലിനെ മാത്രമാണ് അവർ കൊണ്ടുപോയി കൊന്നത് എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൽ അവൻ്റെ പാരൻസ് കൂടി ഉൾപ്പെട്ട കാര്യം അവൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ ഇവരെല്ലാം കേട്ട് അവൻ ആകെ ഷോക്കായി നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം മേജൻ്റെ ഫാമിലിയും ആകെ ഷോക്കായി നിൽക്കുകയാണ്. അദേശിൻ്റെ ഫാമിലിയും ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇവരെല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് അറഫ്ത സീരീസിലെ 33ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോക്ക് ഇത്തിരി ലെങ്ത് കുറവാണ്, അതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മളിന്ന് ഒരു എപ്പിസോഡ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 2 എപ്പിസോഡ് കൂടി ആകുമ്പോൾ ഓവർ ലെങ്ത് ആക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചുരുക്കി സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പ്ലനേഷൻ അത്ര പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഒരു എപ്പിസോഡിന് നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.